എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിക്കൽ അലൈഡ് ആൻഡ് ഫാർമസി കോഴ്സസിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള കീം 2023 രജിസ്ട്രേഷൻ ആരംഭിച്ചു. അപ്പോൾ ഏപ്രിൽ 10 വൈകുന്നേരം 5 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് കീം 2023 എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ കീം എക്സാമിനേഷൻ പ്രധാനമായിട്ടും നടത്തുന്നത് എഞ്ചിനീയറിംഗ് അതുപോലെ ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയാണ്. അപ്പോൾ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് നീറ്റ് എക്സാമിനേഷൻ്റെ സ്കോറാണ് പരിഗണിക്കുന്നത്. അതുപോലെ ആർക്കിടെക്ചർ പ്രവേശനത്തിനായിട്ട് നാറ്റ 2023 എക്സാമിനേഷൻ്റെ മാർക്കാണ് പരിഗണിക്കുക. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഏകദേശം 16 കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനാണ് കീം 2023 എക്സാമിനേഷനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് +2-ന് ഈ ഒരു എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിക്കൽ അലൈഡ് ആൻഡ് ഫാർമസി കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്, അതായത് +2 സെക്കൻഡ് ഇയറിന് എത്ര മാർക്കാണ് വേണ്ടത് എന്നുള്ളതും അതുപോലെ ആർക്കൊക്കെയാണ് ഈ ഒരു കീമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതുമാണ് അടുത്തതായി പറയാൻ പോകുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ നൽകുന്നതിനായിട്ട് നിങ്ങൾ ഹയർ സെക്കൻഡറിയിൽ സയൻസ് ഗ്രൂപ്പോ അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ സയൻസ് ഗ്രൂപ്പോ എടുത്ത് പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് എന്നിവ പഠിച്ചിരിക്കണം എന്നുള്ളത് മാത്രമാണ് യോഗ്യതയായിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഓരോ കോഴ്സിൻ്റെയും യോഗ്യത എന്താണെന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ എഞ്ചിനീയറിങ്ങിന് നിങ്ങൾക്ക് അപേക്ഷ നൽകണം എന്നുണ്ടെങ്കിൽ ഫിസിക്സ് അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് എന്നിവ പഠിച്ചിരിക്കണം എന്നുള്ളതും അതുപോലെ തന്നെ കെമിസ്ട്രി നിങ്ങൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ടോട്ടൽ സബ്ജക്റ്റിന് 45% മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് +2 എക്സാമിനേഷൻ എഴുതിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷ നൽകുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ +2 പഠിച്ച് എക്സാമിനേഷൻ എഴുതിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷ നൽകാനായിട്ട് സാധിക്കും. അതുപോലെ +2 പഠിച്ചു കഴിഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ +2-ന് ഈക്വലൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉള്ള വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഫിസിക്സ്, മാത്തമാറ്റിക്സ് എന്നിവ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ കെമിസ്ട്രി അല്ലെങ്കിൽ അതായത് കെമിസ്ട്രിയോ അല്ലെങ്കിൽ ബയോളജി എന്നിവ അല്ലെങ്കിൽ ബയോടെക്നോളജി എന്നിവ പഠിച്ചിരിക്കണം എന്നുള്ളതാണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതായത് ഫിസിക്സ്, മാത്തമാറ്റിക്സ് എന്നിവ നിർബന്ധമായും പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ അടുത്ത മൂന്നാമതായിട്ടുള്ളത് കെമിസ്ട്രി അല്ലെങ്കിൽ ബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എഞ്ചിനീയറിങ്ങിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫിസിക്സ്, മാത്തമാറ്റിക്സ്, കെമിസ്ട്രി എന്നിവയിൽ 45% മാർക്കാണ് എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന്, അതായത് കീം 2023 എഞ്ചിനീയറിംഗ് എക്സാമിനേഷൻ എഴുതുന്നതിനുള്ള യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ +2 പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് നിങ്ങളുടെ +2-ൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അപേക്ഷ നൽകുന്നതിനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ +2 കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അപേക്ഷ നൽകുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് അടുത്തത് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കുള്ള അഡ്മിഷൻ, അതായത് ഈ ഒരു കീം രജിസ്ട്രേഷനുള്ള യോഗ്യത നമുക്ക് നോക്കാം. അപ്പോൾ മെഡിക്കൽ അലൈഡ് കോഴ്സസിന് നീറ്റ് യോഗ്യതയാണ്. അതായത് നീറ്റ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്ത് അതിൽ ക്വാളിഫൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ജനറൽ വിഭാഗത്തിന് 50%, അതുപോലെ തന്നെ മറ്റു വിഭാഗങ്ങൾക്ക് 45, അതുപോലെ 40% മാർക്കാണ് ഈ ഒരു നീറ്റിന് നിങ്ങൾ നേടേണ്ട മാർക്ക്, അതായത് ആ ഒരു യോഗ്യത എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നീറ്റിൽ നിങ്ങൾക്ക് എത്ര സ്കോറാണ് ലഭിച്ചത്, ആ ഒരു സ്കോർ പരിഗണിച്ചു കൊണ്ടാണ് ഈ ഒരു മെഡിക്കൽ കോഴ്സിലേക്ക് അഡ്മിഷൻ നടത്തുന്നത്. അപ്പോൾ കീമിന് മെഡിക്കൽ അപ്ലൈ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് ഫിസിക്സ്, അതുപോലെ കെമിസ്ട്രി, ബയോളജി എന്നിവയ്ക്ക് 50% മാർക്ക് നേടിയിരിക്കണം. അതായത് നേടുകയോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷ നൽകുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി അടുത്തതായിട്ടുള്ളതാണ് ഫാർമസി കോഴ്സ്. ഫാർമസി കോഴ്സിൽ നിങ്ങൾക്ക് അഡ്മിഷൻ, അതായത് ഈ ഒരു കീമിന് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ +2-ന് ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ മാത്തമാറ്റിക്സ് എന്നിവ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കണം, അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ആയിരിക്കണം. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയിൽ +2 സെക്കൻഡ് ഇയർ വിജയിക്കണം എന്നുള്ളത് മാത്രമാണ്
ഫാർമസി കോഴ്സിന് അപ്ലൈ ചെയ്യുന്നതിനുള്ള യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഫാർമസി കോഴ്സിൻ്റെ അഡ്മിഷൻ നടത്തുന്നത് ഈ ഒരു കീം എക്സാമിനേഷൻ്റെ പേപ്പർ 1 ആയിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയുടെ മാർക്ക് പരിഗണിച്ചുകൊണ്ടാണ്. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയിലുള്ള യോഗ്യത, അതായത് വിജയം മാത്രമാണ് ഈ ഒരു ഫാർമസി കോഴ്സിൻ്റെ യോഗ്യതയായിട്ട് പറയുന്നത്. അടുത്തതാണ് ആർക്കിടെക്ചർ എക്സാമിനേഷൻ. അപ്പോൾ ആർക്കിടെക്ചർ എക്സാമിനേഷൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി അതുപോലെ മാത്തമാറ്റിക്സ് എന്നിവയിൽ നിങ്ങൾ 50% മാർക്ക് നേടിയിരിക്കണം. അതുപോലെ ഇംഗ്ലീഷ് പഠിച്ചിരിക്കണം, അതായത് ഇംഗ്ലീഷ് ജയിച്ചിരിക്കണം എന്നിവയാണ് യോഗ്യതയായിട്ട് പറയുന്നത്. അതുപോലെ BRക്കിന് അഡ്മിഷൻ നേടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നാറ്റ 2023 എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്തിരിക്കണം. അതായത് നാറ്റ എക്സാമിനേഷൻ നിങ്ങൾ ക്വാളിഫൈ ചെയ്തിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു BRക്ക് അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് യോഗ്യത. അതായത് എഞ്ചിനീയറിങ്ങിനാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, അതായത് ഫിസിക്സ്, മാത്തമാറ്റിക്സ് എന്നിവ നിർബന്ധമായും പഠിച്ചിരിക്കണം. അതുപോലെ കെമിസ്ട്രി അല്ലെങ്കിൽ ബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി, മൂന്നാമതായിട്ടുള്ള ലാംഗ്വേജ്, ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾ പഠിച്ചിരിക്കണം. +2 സെക്കൻഡ് ഇയറിൻ്റേതാണ്. അപ്പോൾ അതിൽ നിങ്ങൾ 45% മാർക്കാണ് ടോട്ടലായിട്ട് മേടിക്കേണ്ടത്. അതുപോലെ തന്നെ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസ് ആണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി പഠിച്ചിരിക്കണം. അതിൽ ടോട്ടൽ നിങ്ങൾ 50% നേടിയിരിക്കണം. മറ്റു കാറ്റഗറികൾ അനുസരിച്ചുകൊണ്ട് 45%, 40 ആ ഒരു രീതിയിലാണ് അതിൻ്റെ മാർക്ക് പോകുന്നത്. അതുപോലെ ഫാർമസി കോഴ്സിന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നിവ പഠിച്ചിരിക്കണം എന്നല്ല, അതിൽ വിജയിക്കണം എന്ന് മാത്രമേ യോഗ്യതയായിട്ട് പറയുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഈ ഒരു +2ൻ്റെ യോഗ്യത എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ +2 ഇപ്പോൾ എക്സാമിനേഷൻ എഴുതിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അപേക്ഷ നൽകുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ +2 കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അപേക്ഷ നൽകാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി ഈ ഒരു കീം എക്സാമിനേഷന് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അതായത് ആദ്യം വേണ്ടത് നിങ്ങളുടെ മൊബൈൽ നമ്പർ, അതുപോലെ ഇമെയിൽ ID എന്നിവയാണ്. അപ്പോൾ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ, അതുപോലെ ഇമെയിൽ ID എന്നിവയാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അടുത്തതായിട്ട് വേണ്ടത് നിങ്ങളുടെ ഫോട്ടോയും നിങ്ങളുടെ സിഗ്നേച്ചറുമാണ്. അപ്പോൾ അടുത്തതായിട്ട് നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ്, അതായത് SSLC സർട്ടിഫിക്കറ്റ്, അതുപോലെ നിങ്ങളുടെ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. അപ്പോൾ നിങ്ങളുടെ നാഷണാലിറ്റി, അതായത് ഇന്ത്യൻ എന്നുള്ളത് SSLC സർട്ടിഫിക്കറ്റിൽ ഉണ്ടെങ്കിൽ ആ ഒരു SSLC സർട്ടിഫിക്കറ്റ് മതി. അല്ലാന്നുണ്ടെങ്കിൽ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരുന്നതാണ്. അടുത്തതായിട്ട് വേണ്ടതാണ് ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതിനായിട്ടുള്ള ഡോക്യുമെൻ്റ്. അത് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൽ ആ ഒരു ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ആ ഒരു SSLC സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്താൽ മതിയാകും. അടുത്തതായിട്ട് വേണ്ടതാണ് റിസർവേഷൻ നേടുന്നതിനായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ആണ്. അടുത്തത് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ EWS സർട്ടിഫിക്കറ്റ് എന്നിവ. നിങ്ങൾ OBC വിഭാഗക്കാർക്ക് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. ജനറൽ വിഭാഗത്തിലുള്ള EWS വിഭാഗക്കാർക്ക് EWS സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു നോൺ ക്രിമിനലും അതുപോലെ EWS സർട്ടിഫിക്കറ്റും നിങ്ങൾ വില്ലേജ് ഓഫീസിൽ നിന്നാണ് വാങ്ങിക്കേണ്ടത്. അത് നിങ്ങൾക്ക് അക്ഷയ വഴി അപേക്ഷിച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ പർപ്പസിനുള്ള സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. അപ്പോൾ തഹസീൽദാർ നൽകിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാനായിട്ട് പാടുള്ളതല്ല. കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ SC ST വിദ്യാർത്ഥികൾക്ക് വേണ്ടത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് തഹസീൽദാർ നൽകുന്ന സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. അക്കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും EWS സർട്ടിഫിക്കറ്റും വില്ലേജ് ഓഫീസിൽ നിന്ന് തരുന്നതും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് തഹസീൽദാർ നൽകുന്നതുമാണ് വേണ്ടത്. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മാറിപ്പോകരുത്. അതുപോലെ മറ്റെന്തെങ്കിലും റിസർവേഷനുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ആ ഒരു സ്പെഷ്യൽ റിസർവേഷനുള്ള സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. അടുത്തത് നിങ്ങൾക്ക് ഫീസ് ആനുകൂല്യങ്ങൾ, അതായത് നിങ്ങൾക്ക് കോഴ്സിന് അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ ഫീസിൽ ആനുകൂല്യം ആവശ്യമുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് നിർബന്ധമായും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സാമ്പത്തിക സംവരണം ലഭിക്കുന്നതാണ്, അതായത് ആ ഒരു ഫീസ് ആനുകൂല്യം ലഭിക്കുന്നതാണ്. അടുത്തതായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ആണ് NRI, അതുപോലെ മൈനോറിറ്റി പോലുള്ള മറ്റ് സർട്ടിഫിക്കറ്റുകൾ. അപ്പോൾ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റും നിങ്ങൾ കയ്യിൽ കരുതേണ്ടതാണ്. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ്സൊക്കെ അതായത് ഓരോ സർട്ടിഫിക്കറ്റ്സിനും കാലാവധിയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കാലാവധി അവസാനിക്കാതെ പുതിയ സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ അപേക്ഷ നൽകുന്നതിനായിട്ട് ഉപയോഗിക്കേണ്ടത്. കാരണം നിങ്ങൾ ചിലപ്പോൾ അപേക്ഷ നൽകി അഡ്മിഷൻ ടൈം ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി കഴിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പുതിയ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ
അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആയിക്കഴിഞ്ഞാലാണ് നിങ്ങൾ അപേക്ഷ നൽകേണ്ടത്. അപ്പോൾ എഞ്ചിനീയറിംഗ് ബിഫാം ഈ ഒരു 2 കോഴ്സുകൾ ഏതെങ്കിലും ഒരു കോഴ്സോ അല്ലെങ്കിൽ 2 കോഴ്സോ നിങ്ങൾക്ക് എക്സാമിനേഷൻ എഴുതാനായിട്ട് ജനറൽ വിഭാഗക്കാർക്ക് 200 രൂപ, SSC വിഭാഗക്കാർക്ക് 300 രൂപ, ST വിഭാഗക്കാർക്ക് ഫീസില്ല. ആർക്കിടെക്ചറോ അല്ലെങ്കിൽ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിനേക്കോ അല്ലെങ്കിൽ ഇവ രണ്ടും നിങ്ങൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജനറൽ വിഭാഗക്കാർക്ക് 500 രൂപയും SSC വിഭാഗക്കാർക്ക് 200 രൂപയും അതുപോലെ ST വിഭാഗക്കാർക്ക് ഫീസില്ല. അതുപോലെ ഈ ഒരു A ആൻഡ് B അതായത് എഞ്ചിനീയറിംഗ്, ബിഫാം, ആർക്കിടെക്ചർ, മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിനേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജനറൽ വിഭാഗക്കാർക്ക് 900 രൂപയും SC വിഭാഗക്കാർക്ക് 400 രൂപയും ST വിഭാഗക്കാർക്ക് ഫീസില്ല. അതുപോലെ നിങ്ങൾ ദുബായ് എക്സാമിനേഷൻ സെൻറ്റർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അപ്ലിക്കേഷൻ ഫീസ് അതുപോലെ 1200 അതായത് 12,000 രൂപയാണ് ജനറൽ വിഭാഗക്കാർക്കും ST വിഭാഗക്കാർക്കുമുള്ള ഫീസ്. ST വിഭാഗക്കാർക്ക് 12,000 രൂപ മാത്രമായിരിക്കും ദുബായ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ വരുന്ന ഫീസ്. അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകളാണ് അപേക്ഷ നൽകുന്നതായിട്ട് ഉള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതായത് ഇത്രയുമാണ് +2 വേണ്ട മാർക്ക് എന്ന് പറയുന്നത്. അതുപോലെ അപേക്ഷ നൽകുന്നതായിട്ട് നിങ്ങളുടെ ആധാർ കാർഡ് കൂടി കയ്യിൽ കരുതേണ്ടതാണ്. കാരണം എക്സാമിനേഷൻ ഒരു ഐഡൻറ്റിറ്റി കാർഡ് ആവശ്യമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ആധാറിൻ്റെ നമ്പർ ആവശ്യമായിട്ട് വരുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.